ഹായ് ഹായ് എവരിവൺ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മുരിങ്ങപ്പൂ കൊണ്ടുള്ള ഒരു തോരൻ. അതിനായിട്ട് എണ്ണ ഒഴിച്ച് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുന്നു. ഉഴുന്ന് പരിപ്പിട്ട് അതും കൂടെ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ മുരിങ്ങപ്പൂവും അതിനകത്ത് തന്നെ നമ്മൾ ഒരു 2 സവാളയും 2-3 പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പീരയും പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു മുട്ട ഉടച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ ആവശ്യമുള്ളൂ. അപ്പോൾ കടുക് പൊട്ടി ഉഴുന്ന് പരിപ്പും ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത്തിരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂവും സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് മൂടി ഇളക്കിയിട്ട് ഇപ്പം മുരിങ്ങപ്പൂവിൻ്റെയൊക്കെ സമയമാണല്ലോ, തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊരു ഇളക്കി ഒരു ഇത്തിരി അല്പം വെള്ളം ഒന്ന് കുടഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് വേകാനായിട്ട് വയ്ക്കുന്നു. അധികം വേവാനൊന്നുമില്ല. ഉള്ളിയും പച്ചമുളകും മുരിങ്ങയുടെ പൂവല്ലേ, അതധികം വേവാനൊന്നുമില്ല. അപ്പോൾ ഒരു തുള്ളി വെള്ളം കുടഞ്ഞ് കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം.